ഇപ്പോൾ LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വൃക്ഷം തൈകൾ വെച്ചുപിടിപ്പിക്കലും അതിൻ്റെ വിപുലതയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി EMS അക്കാഡമിയിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഇതാണ് പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. അപ്പം ഇന്നലെ തന്നെയും CPI വലിയ വിമർശനമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ്, അതിലെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, അതിൽ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. വിഷയം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം പ്രശ്നങ്ങൾ CPM CPI സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മുന്നണിയിൽ ഒരു പാർട്ടി മാത്രമല്ല, അതിൽ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം. അതെ, അതിനാണല്ലോ മുന്നണി, അതിനാണല്ലോ ചർച്ച നടത്തുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം അത് അവരെ അഭിപ്രായം. അങ്ങനത്തെ ഒരു വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല. CPI ഇവിടെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിച്ചു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ തുടരും. ഈ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പരസ്യപ്പെടുത്തത് അത് പരസ്യപ്പെടുത്തിയവരോട് നിങ്ങൾ സംസാരിച്ചു. നേരത്തെ ഉപേക്ഷ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉപേക്ഷ ചർച്ച നടത്തിയതാണ്. അതിലൊരു തീരുമാനമായില്ല. ഇനിയും ചർച്ച ഉണ്ടാകുമെന്നാണോ? ചർച്ച ഉണ്ടാവും. ചർച്ച പ്രശ്നം പരിഹരിക്കാനല്ലേ ചർച്ച. അപ്പോൾ ആ നിലയിൽ സൗഹൃദമായ അന്തരീക്ഷം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നതയുടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് പരസ്പരം കൂടിയാലോചിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് പറയാം. മറ്റൊരു കാര്യം, ഈ കോടിയേരി ബാലകൃഷ്ണൻ സഹാവിന്റെ കുടുംബം ഇപ്പോൾ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഒരു മുതിർന്ന PB അംഗം വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല, ഈ കോടിയേരി സഹാവിന്റെ മരണത്തിന് ശേഷം ഒരിക്കൽ പോലും വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല കുടുംബത്തെ എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് അറിയില്ല, ആരാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ പാർട്ടി കേന്ദ്രത്തിൽ അത് പരിശോധിക്കാൻ കഴിയും. പാർട്ടിയിലെ ഉന്നത നേതൃത്വം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നിട്ടില്ല എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. വിഷയം വന്നെങ്കിലേ അത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പോരായ്മ ആരുടെയും ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ എല്ലാം ഉറപ്പായില്ല. അത് പറയുന്നുണ്ട്. പിണറായി വിജയൻ അല്ലാതെ അറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാൻ പ്രശ്നം അല്ല. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പരാജയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. അല്ല, ഒപ്പമാണല്ലോ കുടുംബം. കോടിയേരിന്റെ കുടുംബം CPM-ന്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ CPM-ന്റെ ഭാഗമായി തന്നെ തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. അല്ല, ധവളപത്രം മുന്നോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പൊതുമേഖലയുടെ സംരക്ഷണം എന്നത് അവർ ഒരു നിഷേധാത്മകമായ നിലപാട് ധവളപത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊതുമേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പം കൂടുതൽ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടിലേക്കാണ് ധവളപത്രം ഊന്നൽ നൽകുന്നത്. LDF കൺവീനർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. CPI-യുടെ പ്രതിപക്ഷ ഉപനേതൃ പദവി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. വിനോദിനി കോടിയേരിയുടെ പരാതിയെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്.